അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ ഒരു മഗ്‌രിബിൻ്റെ ആ സമയം തൊട്ടാകുമ്പോഴേക്കും മക്കൾക്ക് ഭയങ്കര കരച്ചിലും വാശിയും ഒക്കെ കുറച്ചൊരു കൂടുതലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയി വന്ന് കഴിയുമ്പോഴേക്ക് അന്നത്തെ രാത്രി മക്കൾക്ക് ഉറക്കമൊക്കെ കുറവായിരിക്കും. നമ്മൾ അവരെ മാറ്റി അണിച്ചൊരുക്കിയിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ പണ്ടുള്ളവർ പറയും, നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലൊക്കെ മക്കൾക്ക് ഏൽക്കുന്നല്ലേ. അപ്പം നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വീട്ടിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ മഗ്‌രിബിൻ്റെ സമയത്ത് ഹസ്മാഉൽ ഹുസ്നയിൽ ഏതെങ്കിലും ഒരു ഇസ്മ പറഞ്ഞിട്ട് ഫ്രണ്ടിലെ ഡോർ അടിച്ചിടുക. ഇശാ ബാങ്ക് കൊടുക്കുമ്പോഴേ അതുവരെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് മക്കളെ ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു 3 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇത് ചൊല്ലിയിട്ട് ഇതും കൂടെ ഓതിയിട്ട് ഒരു 3 സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് നമ്മളെ കൈവെള്ളയിലേക്ക് ഊതിയിട്ട് മക്കൾ മൊത്തത്തിലൊന്ന് തടവുക. അത് കഴിഞ്ഞിട്ട് ഒരു ദുആ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, വലിയ ദുആ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ചാനലിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് പഠിച്ച് വെക്കുക. മക്കളുള്ളവർക്കൊരു ഉപകാരമാണ്, നല്ല ഹെൽപ്ഫുള്ളാണ്. എനിക്ക് നല്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ദുആവും കൂടി 7 തവണ നമ്മൾ ആ ദുആ ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ മക്കളൊന്ന് ഉറക്കി നോക്ക്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മക്കൾ സുഖമായിട്ട് ഉറങ്ങും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.